വയനാട്ടിലെ ഉരുൾപൊട്ടലിലെ വീട് നഷ്ടമാർക്ക് വേണ്ടിയിട്ട് എനിക്കും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഡിവൈഫ് പ്രക്തർ ഹൽവാന്റെ സ്ക്രാപ്പ് ചലഞ്ച് നടത്തുന്നത് കണ്ടത്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു ഐഡിയ തോന്നി, ഞാനൊരു കൊച്ചു പോപ്കോൺ ചലഞ്ച് ചെയ്തു. എൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റ് വെച്ച് ഞാൻ തന്നെ ഉണ്ടാക്കി എൻ്റെ നാട്ടിൽ തന്നെ കൊടുത്തു. അതിൽ നിന്നൊരു തുക എനിക്ക് സമാഹരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരൊറ്റയാൾ പോരാട്ടമായതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ. അതിലേറ്റവും എനിക്ക് ഫീൽ ആയത്, നമ്മളിങ്ങനെ ചൊല്ലുമ്പോഴത്തേക്ക് ഇതൊക്കെ കൊടുക്കാനാണോ അതോ എനിക്ക് തിന്നാനാണോ എന്നുള്ള നമ്മുടെ കുറച്ച് ആൾക്കാരുടെ ചോദ്യമാണ്. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. എന്തായാലും ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. എനിക്ക് അങ്ങനെ എടുത്താലും എൻ്റെ വയറ്റിൽ അത് ദഹിക്കാനും പോണില്ല. അപ്പം അതൊക്കെ നമ്മുടെ നാട്ടുകാർ അങ്ങനെയാണ്, നമ്മുടെ നാട്ടുകാർ അങ്ങനെയൊക്കെ പറയും. പക്ഷേ എന്നാലും അത് കുറച്ച് ആൾക്കാർ നമ്മൾ മുന്നോട്ട് വെച്ചാലും മുന്നോട്ട് തന്നെ പോയി എന്തായാലും പടച്ചോ നമ്മളുടെ കൂടെ കാണാൻ നമ്മൾ നല്ല കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ അപ്പുറം ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു പോപ്കോൺ ചലഞ്ച് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടായ എൻ്റെ ഉമ്മച്ചിക്കുട്ടിയെ കൊണ്ട് തന്നെ ഞാനത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ നാട്ടുകാരുടെയും എൻ്റെ വീട്ടുകാരുടെയും എൻ്റെയും സ്നേഹത്തിൻ്റെ വിയർപ്പിന പൈസയാണ്. അപ്പോൾ ഇതിൽ നിന്നുണ്ടാവുന്ന വീടിന് എന്തായാലും ഉറപ്പ് കാണും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആകട്ടെ.